പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എന്നാൽ ഇപ്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് സദൃശ്യവാക്യങ്ങൾ 3-ാം അധ്യായം 5 മുതൽ 8 വരെ. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നിൻ്റെ എല്ലാ വഴികളിലും എന്നെ നനച്ചുകൊള്ളുക, അവൻ നിൻ്റെ പാതകളെ നേരെയാക്കും. നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുത്. യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ടുമാറുക, അത് നിൻ്റെ നാഭിക്ക് ആരോഗ്യവും അസ്ഥികൾക്ക് തണുപ്പുമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് എല്ലാ തകർച്ചകളെയും പണിയുന്ന ദൈവമാണ്, നമുക്കതറിയാം. സൗഖ്യം അന്വേഷിച്ചുകൊണ്ട് കാത്തിരിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമില്ല. ജീവിതത്തിലെ ചെയ്യാൻ ഒരുമ്പെട്ടതിലെ ഏറ്റവും പെയിൻഫുള്ളായിട്ടുള്ളൊരു കാര്യം അതുതന്നെയാണ്. അതുകൊണ്ട് താഴെ വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയെങ്കിൽ നിനക്കറിയാം ആഴത്തിലൊക്കെ നിക്ഷേപങ്ങളുണ്ട്, പക്ഷെ നിനക്ക് ആഴം കാണാൻ പറ്റത്തില്ലല്ലോ. നിൻ്റെ ഹൃദയത്തിൻ്റെയും ഉള്ളിൽ പലവിധമായിട്ടുള്ള ഇളക്കങ്ങളും മറിച്ചിലുകളും, നിനക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത അനേക വേദനകളും ഇടർച്ചകളും, നിന്നെ എടുത്ത് പന്താടുന്ന അനേക സാഹചര്യങ്ങളും ഇല്ലേ? പക്ഷെ നിനക്കറിയാവോ, അതിനെയെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ളൊരു ജീവിതം മുകളിൽ പൊങ്ങിക്കിടക്കുവാൻ നിനക്ക് കഴിയുമോ കുഞ്ഞേ? ഈ ഓളങ്ങളുടെയൊക്കെ നിൻ്റെ തലയൊന്ന് ഉയർത്തിപ്പിടിക്കാൻ പറ്റുമോ? നിൻ്റെ അറിയാവുന്ന എല്ലാ ആയുധവും ഉപയോഗിച്ച് നീ എങ്ങനെയാണ് രക്ഷപ്പെടാമെന്ന് ശ്രമിക്കുന്നതെന്ന് പോലും നീ റിയലൈസ് ചെയ്യുന്നില്ല. പക്ഷെ അല്ലാതെ തന്നെ നീ ട്രൈ ചെയ്യും. ഒറ്റ വിചാരമേ ഉള്ളൂ, കീപ്പിംഗ് യുവർ ഹെഡ് എബവ് ദ വേവ്സ്, ട്രൈയിങ് ടു സ്റ്റേ ഫോക്കസ്ഡ്, ബീയിങ് കമ്മിറ്റഡ് ടു ഫൈൻഡിങ് ഷുവർ. വല്ല വിധേനയും വെള്ളത്തിൻ്റെ ആഴത്തിലേക്ക് താണു പോകാതെ കരയിലെത്തണം. പക്ഷേ ചിലതൊന്ന് ഡിഫറെൻ്റായിട്ടൊന്ന് ചെയ്യാൻ നോക്കിക്കേ. ഒഴുകി കിടക്കുന്നതിന് പകരം താഴേക്കൊന്ന് മുങ്ങിയിട്ട് ഡീപ്പ് 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 ഇവിടെ എന്താ കിടക്കുന്നത് നോക്കാമോ? അണ്ടർ വാട്ടറിൽ നിൻ്റെ കണ്ണൊന്ന് തുറന്നിട്ട് ഒന്ന് സ്വിം ചെയ്ത് നടന്ന് എക്സ്പീരിയൻസ് ചെയ്യാത്ത ചില അനുഭവങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ നിനക്ക് താല്പര്യമുണ്ടോ? അതൊക്കെ റിസ്ക്കിയാണ്. നമ്മുടെ ജീവിതത്തിൽ സൗഖ്യമാക്കുന്ന പ്രക്രിയയും അത്ര എളുപ്പമുള്ളതല്ല. അതിന് കമ്മിറ്റ്മെൻറ്റ് വേണം, പേഷ്യൻസ് വേണം, സമയം വേണം, പെർസീവറൻസ് വേണം, ഫോർട്ടിറ്റ്യൂഡ് വേണം. അത് ചെയ്തെടുക്കാൻ എനിക്ക് പറ്റുമോ എന്ന് നിനക്ക് തോന്നും. പക്ഷേ നിൻ്റെ സർവൈവൽ ടെക്നിക്സൊക്കെ തളർന്നു പോകുമ്പോഴും നിന്നെ വെള്ളത്തിൻ്റെ മുകളിൽ കിടത്തുവാൻ അവയ്ക്ക് പറ്റാതെ വരുമ്പോഴും മനസ്സിലാക്കണമേ, ഇങ്ങനെയുള്ളിടത്തും സ്വിം ചെയ്ത് നിൽപ്പാൻ നീ അഭ്യസിച്ചിരിക്കണം. യു നോ ദ പേസ് ആൻഡ് എഫർട്ട് ഓഫ് സർവൈവൽ. എന്നിട്ട് വേണം ഹീലിംഗ് ചൂസ് ചെയ്യാൻ. അതിന് വില കൊടുക്കേണ്ടി വരും, അറിയാൻ പാടില്ലാത്തൊരു വില. എന്നാൽ ഞാൻ പറയട്ടെ, നീ വെള്ളത്തിലേക്ക് ചാടി താന്നു പോകുമ്പോൾ ശത്രുവിൻ്റെ ഒരു സ്നേറും നിന്നെ ട്രാപ്പ് ചെയ്യാൻ ഇടവരാതിരിക്കട്ടെ. നിൻ്റെ ഹൃദയത്തിനോ നിൻ്റെ ശരീരത്തിനോ ഒരു ഇഞ്ചുറിയും ഉണ്ടാകുവാൻ ഇടവരാതിരിക്കട്ടെ. യെസ്, ഐ നോ. നിന്നെ തന്നെ ഒന്ന് വിശ്വസിക്കാൻ നിനക്ക് കഴിയാതെ പോകുന്ന അവസ്ഥകൾ വരും, അല്ലേ? മുഴുവനായിട്ട് നിന്നെ തന്നെ നിനക്ക് സംശയിക്കാൻ പറ്റാത്ത അവസ്ഥകൾ വരും. തന്നെയുമല്ല, മറ്റുള്ളവരെ ട്രസ്റ്റ് ചെയ്യാനും നീ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. പക്ഷെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ വരേണ്ടത് ആവശ്യമാണ്. നാം അൺചേഞ്ച്ഡ്, അൺട്രാൻസ്ഫോംഡ് ഒക്കെ ആയിട്ടിരുന്നിട്ട് മറ്റുള്ളവരുടെ ഹൃദയത്തെ ചേഞ്ച് ചെയ്യാൻ പോകരുത്. നീ നിന്നെ തന്നെ സൗഖ്യമാക്കുവാൻ അനുവദിക്കുക.
അതാണ് നിൻ്റെ വില വർദ്ധിപ്പിക്കുന്നത്. തിരമാലകളുടെ ഇടയിലാണെങ്കിലും കൊടുങ്കാറ്റിനിടയിലാണെങ്കിലും ആങ്സൈറ്റിയുടെയും അറിവില്ലാത്തതിൻ്റെയും ഒക്കെ ആയിട്ടുള്ള മരം കോച്ചുന്ന ഇരുട്ടിനകത്തായി പോയാലും ദൈവം പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്നോട് കൂടി ഇരിക്കും, ഞാൻ ഒരിക്കലും നിന്നെ വിട്ടാകുന്നു പോകത്തില്ല എന്ന്. വൂൺസിനെ പറ്റി, മുറിവുകളെ പറ്റിയൊക്കെ പുതിയ ഡിസ്കവറീസ് നമുക്കതിൻ്റെ സത്യം ബെയർ ചെയ്യാൻ വലിയ പ്രയാസമാണ്. ദൈവം നമ്മളോട് പറയുന്ന കാര്യം, ഞാനായിരിക്കും നിൻ്റെ ബലമെന്ന്, ഞാൻ നിന്നെ പിടിച്ചുകൊള്ളാമെന്ന്. കഷ്ടകാലത്ത് അവന് ഏറ്റവും അടുത്ത തുണയായിരിക്കാമെന്നാണ് പറയുന്നത്. എവർ പ്രസൻറ്റ് ഹെൽപ്പ്. എല്ലാ മുറിവുകളും മുറിപ്പാടുകളും ദൈവമക്കളെ നമ്മുടെ ദൈവത്തിൻ്റെ കയ്യിൽ സമർപ്പിക്കുക. എക്സോസ്റ്റഡായി പോകരുതേ, ഫ്രസ്ട്രേറ്റഡായി പോകരുതേ, സംശയിച്ച് പോകരുതേ. നിൻ്റെ ഹൃദയം തുറന്നു വെക്കുക, നീ ഉണർന്നിരിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക. നിൻ്റെ ഹാർട്ട് ഹീൽ ചെയ്യുവാൻ ദൈവം അത് സഹായിക്കും. ദൈവം നമ്മളെ ഓരോരുത്തരെയും അതിനായിട്ടൊക്കെ സ്ട്രെങ്തൻ ചെയ്യും. ഡീപ്പർ വാട്ടേഴ്സിലേക്ക് പ്ലഞ്ച് ചെയ്ത് താഴോട്ട് പോകണമെങ്കിൽ പാടാം. പക്ഷേ താഴെ ചെന്നാൽ നമുക്ക് എന്നാ ഉണ്ട്? അവിടെ വിസ്ഡമുണ്ട്, പ്രത്യാശയുണ്ട്. അതുകൊണ്ട് ട്രഷർ എവിടെ ഉണ്ടോ അവിടോട്ട് നീ പ്ലഞ്ച് ചെയ്യണം. ഇൻ ദ ഡെപ്ത് ഓഫ് മൈ ലവ് ഐ റീസ്റ്റോർ ഓൾ ബ്രോക്കൺ ഹാർട്ട്സ്. തകർന്ന ഹൃദയത്തെ എല്ലാം പണിയുന്നൊരു നല്ല കർത്താവിനെയല്ലേ നാം സേവിക്കുന്നത്. നമുക്കൊക്കെ കിട്ടാവുന്നത്രയും അറിവ് കിട്ടി അക്യുമുലേറ്റ് ചെയ്യുന്നത് ഇഷ്ടമാണ് അല്ലേ? കാരണം ജ്ഞാനം നമ്മുടെ ജീവിതത്തെ തന്നെ ഇമ്പ്രൂവ് ചെയ്യും. ഹെൽത്ത് കെയറിൽ നമുക്ക് ചില ബ്രേക്ക് ത്രൂസ് അത് കൊണ്ടുവരും. ടെക്നോളജിക്കൽ ബ്രേക്ക് ത്രൂസ് നമുക്ക് പ്രാപിക്കുവാൻ കഴിയും. ഹ്യൂമാനിറ്റി കളക്റ്റീവ്ലി ഒക്കെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് നമ്മെ പറ്റി മനസ്സിലാക്കാൻ പറ്റും. ഞാൻ പറയട്ടെ, സംഗതികൾക്കൊക്കെ വ്യത്യാസം തരുന്നത് ഒരു നല്ല കർത്താവിനെയല്ലേ നാം സേവിക്കുന്നത്. ഒത്തിരി നമുക്ക് പഠിക്കുവാനുണ്ട്, നാം ഒന്നുമായിട്ടില്ല. ഞാനും നിങ്ങളും ഒരു കാര്യം അറിയുന്നുണ്ട്. അതെന്തുവാ? അത് വലിയൊരു കാര്യമാണ്. എല്ലാ വിഷയങ്ങളെ കഴിഞ്ഞും വിലയുള്ളതും വലിയതുമായ കാര്യമാണ്. അതായത് ഫാർ ബിഗർ ആൻഡ് ഫാർ മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ഓൾ അതർ പീസസ് ഓഫ് നോളജ് ഇൻ ദ വേൾഡ് പുട്ട് ടുഗദർ. മക്കളെ, അപ്പോസ്തലനായ പൗലോസ് 2000 വർഷങ്ങൾക്ക് മുമ്പ് അതേപ്പറ്റി എഴുതി. അവൻ വിദ്യാഭ്യാസമുള്ള മനുഷ്യനായിരുന്നു. ഒത്തിരി കാര്യങ്ങൾ അവൻ അറിയാമായിരുന്നു. തോറായെക്കുറിച്ചും ജൂവിഷ് നിയമത്തെക്കുറിച്ചുമൊക്കെ. പക്ഷേ കൊരിന്തിലെ പുരാതനായ ആ പട്ടണത്തിലുള്ള സഭയ്ക്ക് വേണ്ടി താൻ എഴുത്തെഴുതിയപ്പോൾ പൗലോസ് എഴുതി, അവളുടെ എല്ലാ നോളജും, അവൻ്റെ സകല നോളജിനെ മാറ്റി ഒരു വശത്തോട്ട് വെച്ചിട്ട് വേറൊരു വലിയ വിഷയത്തിലേക്ക് അവൻ തൻ്റെ ശ്രദ്ധ തിരിച്ചു. He wrote that he was determined to be consumed with one topic, Jesus, the crucified Messiah. നിങ്ങൾക്കും അതേ കാര്യമല്ലേ അറിയാവുന്ന ഭക്തി, അത് നിങ്ങൾ ചെയ്യുക. അത് നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഇമ്പാക്റ്റ് കൊണ്ടുവരട്ടെ. ആ ഒരു പീസ് ഓഫ് നോളജ് അത് ഭയങ്കര വലിയ റിസൾട്ട് കൊണ്ടുവരുന്നത് കണ്ടറിവാൻ്റെ കൊണ്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവ് നമ്മെ എൻകറേജ് ചെയ്യും. യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. ദൈവത്തിന് കഴിയും. ദൈവം യഥാസ്ഥാനപ്പെടുത്തും. നമ്മുടെ എല്ലാ മുറികളെയും അവൻ കിട്ടും. പൊട്ടിക്കാൻ പറ്റാത്ത ഒരു ചെയിനുമില്ല.
നമ്മുടെ ബ്രോക്കൺ ഹാർട്ടിനെ അവൻ ഹീൽ ചെയ്യും. ഹീലിങ്ങിൻ്റെ ആ ഒരു വെള്ളത്തിലേക്ക് എടുത്തിയാടുവാൻ നിനക്ക് പറ്റുമോ? നിൻ്റെ ബ്രോക്കൺനെസ്സിനെ നിനക്കൊന്ന് ഫേസ് ചെയ്യാൻ പറ്റുമോ? നിൻ്റെ സിന്നിനെ വളരെ ധൈര്യത്തോടെ ഒന്ന് കൺഫ്യൂസ് ചെയ്യാൻ പറ്റുമോ? നീ മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് അഡ്മിറ്റ് ചെയ്യാൻ പറ്റുമോ? നമ്മളെ പൂർണ്ണരാക്കുന്ന കർത്താവ് ഇതൊക്കെ കണ്ടുകൊണ്ടായിരിക്കുന്നത്. ഇതേപ്പറ്റിയൊക്കെ അവൻ നമ്മോട് ചോദിക്കും. അങ്ങനെ ഒരു വിചാരവും ഭയവും നമുക്കുണ്ടോ? ഒരിക്കലും നമ്മെ കൈവിടാത്തവൻ നമ്മോടുകൂടെയുണ്ട്. അതുകൊണ്ട് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആ നിധി കിട്ടുന്ന ആഴത്തിലേക്ക് നമുക്ക് ഊളിയിട്ട് പോകാം. തീർച്ചയായിട്ടും ഇമ്പോസിബിളായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ ദൈവം പോസിബിൾ ആക്കും. ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കുക. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, നിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങളറിയാത്ത അനേക കാര്യങ്ങൾ, ആഴങ്ങളിൽ കിടക്കുന്ന അനേക കാര്യങ്ങൾ കർത്താവേ, ഞങ്ങളുടെ കുറവുകളിൽ നിന്നൊക്കെ ഒരു പരിഹാരം തന്ന് ജ്ഞാനികളാക്കി ഞങ്ങളെ മാറ്റണമേ. അജ്ഞാനകാലത്തുണ്ടായിരുന്ന മാതൃകയെ ഒന്നും മോഹിക്കുവാനിടയാകരുതേ. വിശുദ്ധിയിൽ ദൈവത്തെ ആരാധിച്ച് ക്രിസ്തു ജീവിതം കഴിപ്പാൻ തക്കൊണ്ട് ഞങ്ങളെ സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.